ഷാഫി പറമ്പിലിന്റെ വാക്കുകൾ കേൾക്കാം. ഞാൻ കേരളത്തിലെ 12 ജില്ലകളിലായി നിരവധി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പാർട്ടി മുന്നണിയും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ യാത്ര ചെയ്യാനും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഭാഗമാവാനും അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ്. അവിടെ എല്ലാം ചെന്ന സമയത്ത് കണ്ട ആളുകളുടെ പ്രതികരണം, ഞാൻ പറയുന്നത് ഞങ്ങളുടെ കൂടെ പ്രോഗ്രാമിൽ പങ്കെടുത്ത പാർട്ടി വർക്കേഴ്സിന്റെയോ മുന്നണി വർക്കേഴ്സിന്റെയോ UDF അനുഭാവികളുടെയോ മാത്രം കാര്യമല്ല. ഞങ്ങളുടെ ഏത് പ്രോഗ്രാമിനെയും വീക്ഷിക്കുന്നതിന് വേണ്ടിയും റോഡിന്റെ വശങ്ങളിൽ നിന്നിരുന്ന ആളുകൾ, വാഹനങ്ങളിൽ പോയിരുന്ന ആളുകൾ, കടകളിൽ നിന്നും വീടുകളിൽ നിന്നും ഇറങ്ങി വന്ന് അഭിവാദ്യം ചെയ്ത ആളുകൾ, യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് ജനങ്ങളാണ്. ജനങ്ങൾ നയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ധിക്കാരത്തെയും ധാർഷ്ട്യത്തെയും ഒന്നും ഇനി കേരളത്തിലെ ജനങ്ങൾ വെച്ചു പൊറുപ്പിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഈ സർക്കാരിനെ ചുമന്നു മാറ്റാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചുറച്ചതുപോലെയാണ് ഇതുവരെ നടന്ന പ്രചരണ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സ്ഥലങ്ങളും നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്. അതുകൊണ്ട് മൂഡ് ഏതാന്ന് ചോദിച്ചാൽ മൂഡ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തിരിച്ചുവരവിന്റെ മൂഡാണ്. UDF സെഞ്ചുറി അടിച്ച് കേരളത്തിൽ തിരിച്ചു വരുന്ന മൂഡാണ് കേരളത്തിലെ ഗ്രൗണ്ടിലുള്ളത്. ഞാൻ ഇതിനു മുമ്പ് മാധ്യമങ്ങൾ പ്രചരണ സമയത്ത് ചോദിച്ചപ്പോഴും പറഞ്ഞ പോലെ റിയൽ ഇലക്ഷൻ സ്റ്റോറി, ഗ്രൗണ്ട് സ്റ്റോറി എന്നുള്ളത് UDFന് 100% അനുകൂലമാണ്. ഈ പാലക്കാട്ട് ഇന്നലത്തെ സംഭവങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. BJP പറയുന്നത് ഇപ്പോഴും അതൊരു നിഴൽ മാത്രമാണ്. അല്ല, BJP നിഴലിനോട് യുദ്ധം ചെയ്യുന്നത് നിർത്തണം, എന്നിട്ട് യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവണം. കണ്ണുള്ളവരെല്ലാം കണ്ടതാണ്, കാഴ്ചയുള്ളവരത് മനസ്സിലാക്കിയതാണ്. അത് കണ്ട ഒരാളുടെ മുമ്പിൽ, യാഥാർത്ഥ്യങ്ങൾ അത്രത്തോളം കണ്ട ഒരാളുടെ മുമ്പിൽ പിന്നെ മറിച്ച് പറയും, ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും മാധ്യമപ്രവർത്തകർക്കെതിരെ പറയും, വാർത്ത കൊടുത്തവർക്കെതിരെ പറയും, പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്തിട്ട് കാര്യമുണ്ടോ? നമ്മളെല്ലാവരും കണ്ടതല്ലേ ആ വിഷ്വൽസ് കണ്ടതിനോടുള്ള പ്രതികരണങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ. ഒരു പരിചയമില്ല എന്ന് പറഞ്ഞു, പ്രചരണത്തിന് മുമ്പുള്ള വേറെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ വീഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടു. ആ കാറിൽ തന്നെ ഇരിക്കുന്നതായിട്ടും ഒപ്പമുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുന്നതായിട്ടൊക്കെയുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ടു. അതെല്ലാം കണ്ടതും കണ്ടത് വാർത്തയാക്കിയതും കണ്ടത് വിശ്വസിച്ചവരുമായിട്ടുള്ള ജനങ്ങളെ, അവരുടെ സാമാന്യ ബുദ്ധിയെ വീണ്ടും വെല്ലുവിളിക്കാൻ ശ്രമിക്കുകയാണ്. അതൊരു അജണ്ടയും അല്ല. അവരെ നടപ്പിലാക്കിയ ഒരു കാര്യം ഒന്നേ ദൃശ്യത്തിൽ പതിഞ്ഞുള്ളൂ. ആ പതിഞ്ഞത് അങ്ങനെ 10 വർഷത്തെ കേരളത്തിന്റെ ദുരിതം ഇവിടെ അവസാനിച്ചു. നമ്മളെല്ലാവരും പോളിംഗ് ബൂത്തിൽ ചെന്നു. പോളിംഗ് അവസാനിച്ചു. 6 മണി കഴിഞ്ഞു അല്ലേ? എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്. പ്രതീക്ഷയിലെന്ന് പറഞ്ഞാൽ ടീം UDF സെഞ്ചുറി അടിച്ച് കേരളത്തിന്റെ അധികാരത്തിലേക്ക് കപ്പുയർത്താൻ പോവുകയാണ്. അതിലെ വളരെ ശ്രദ്ധേയമായ ഒരു മണ്ഡലമായിരുന്നു പാലക്കാട്. ആ പാലക്കാട് 5 അക്ക ഭൂരിപക്ഷത്തിൽ ഈ പറയുന്ന പിഷാരടി പാലക്കാടിന്റെ ജനപ്രതിനിധിയായിട്ട് കേരളത്തിന്റെ നിയമസഭയിലേക്ക് നടന്നു കയറാൻ പോകുന്നു. ആ പ്രോസസ്സിങ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ജനം വിധി എഴുതി കഴിഞ്ഞു. പിഷാരടി കേരളത്തിന്റെ നിയമസഭയിലേക്ക് എത്തുകയാണ്. ഇനി വേണ്ടത് ഈ പറയുന്ന പാലക്കാട്ടെ ജനതയെ പണം കൊടുത്ത്, പാലക്കാട്ടെ ജനതയെ അധിക്ഷേപിച്ച്, പാലക്കാടിൻ്റെ രാഷ്ട്രീയ ബോധത്തെ ചോദ്യം ചെയ്ത്, പാലക്കാട്ടിൻ്റെ പ്രബുദ്ധതയെ അപമാനിച്ച് അതിലൂടെ വോട്ട് നേടാനുള്ള ശ്രമം നടത്തിയ മഞ്ഞൾ ശോഭ ഇനി ആ മഞ്ഞൾ കൃഷി ഒന്നുകൂടി വികസിപ്പിക്കേണ്ടി വരും. ഇപ്പൊ ഈ പാലക്കാട് ഇറക്കിയ പണം ഉണ്ടായിരുന്നെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ മഞ്ഞൾ കൃഷി ഒന്നുകൂടി വികസിപ്പിച്ചെടുക്കാമായിരുന്നു. ആ പോയ പണം നഷ്ടപ്പെട്ടു എന്നല്ലാതെ ശോഭക്ക് ബുദ്ധിയില്ലാതെയായിപ്പോയി. അതല്ലെങ്കിലും ചാണകം ദീനികൾക്ക് എവിടെ നിന്ന് ബുദ്ധി കിട്ടാനാ? മലം ദീനികൾക്ക് എവിടെ നിന്ന് ബുദ്ധി കിട്ടാനാ? ബുദ്ധി ഉണ്ടാവണമെങ്കിൽ നല്ല നല്ല പ്രോട്ടീനും മിനറൽസും വൈറ്റമിൻസും ഒക്കെയുള്ള നല്ല ആഹാരങ്ങൾ കഴിക്കണം. ചാണകം തിന്നാലൊന്നും ഇത് കിട്ടില്ല. കാരണം ചാണകം എന്ന് പറയുന്നത് മലമാണ്. ആ മലം കഴിച്ചാൽ എവിടെ നിന്ന് പ്രോട്ടീൻ കിട്ടാൻ, എവിടെ നിന്ന് മിനറൽ ഗസ് കിട്ടാൻ? ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പാലക്കാട്ട് രമേശ് പിഷാരടി വിജയിച്ച് കയറി എന്നുള്ളതാണ്. പാലക്കാട്ടേക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മൾ കണ്ടത്, തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ലാപ്പിൽ പിഷാരടി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ട് പാലക്കാട്ടേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേജാണ്. ആ സ്റ്റേജിൽ പല നിരീക്ഷക ബാണങ്ങളും പല നിരീക്ഷണങ്ങളും ഈ പറഞ്ഞ അജണ്ടകളുടെ പ്രപ്പഗണ്ടകളുടെ ഭാഗമായിട്ട് നടത്തി. അത് കഴിഞ്ഞിട്ട് 2ാം ഘട്ടം എന്ന് പറയുന്നത് പിഷാരടി എത്തിയ പാലക്കാടാണ്. വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് പിഷാരടി പാലക്കാട്ടെ തരംഗമായി മാറുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത്. ആ തരംഗത്തിന് ഒന്നുകൂടി തീ പിടിപ്പിക്കുന്ന രീതിയിൽ ഷാഫി പറമ്പിൽ പലതവണ പാലക്കാട്ടേക്ക് എത്തി. ഷാഫി പറമ്പിൽ കേരളത്തിൽ ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു. ആ മനുഷ്യൻ ഷെഡ്യൂൾ ചെയ്തത് 140 മണ്ഡലങ്ങളിലാണെങ്കിലും അതിൽ
ചില മണ്ഡലങ്ങളിലേക്കൊന്നും ഷാഫിക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നിട്ടുള്ളതാണ് അതിൻ്റെ വലിയൊരു കാര്യം. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ സമയം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയമായിരുന്നു. ഇയാൾ ചെല്ലുന്നിടത്തൊക്കെ വലിയ ജനവാബാഹുല്യം, പിന്നെ ഈ പറയുന്ന പ്രോഗ്രാമുകളൊക്കെ 1 മണിക്കൂറിനും 2 മണിക്കൂറിനും ചാർട്ട് ചെയ്ത പ്രോഗ്രാമുകൾ 4, 5, 6, 7 മണിക്കൂറുകളായിട്ടും തീരാതെ പോകുന്ന പ്രശ്നം. അപ്പോൾ ആദ്യം പങ്കെടുക്കുന്ന പരിപാടിയുടെ ദൈർഘ്യം കാരണം രണ്ടാമത്തെ പരിപാടിയിലേക്ക് എത്താൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെയുള്ള ഷാഫി പറമ്പിൽ പാലക്കാട്ട് 3 തവണ എത്തി. എനിക്ക് തോന്നുന്നു 3 അല്ല, അതിലേറെ തവണ ഷാഫി പറമ്പിൽ പാലക്കാട്ടേക്ക് എത്തിയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ആ പാലക്കാട് UDFന്റെ കോട്ട, പാലക്കാടിൻ്റെ മതേതരത്വ മനസ്സ്, ആ മനസ്സിന് വില കൊടുത്ത് വാങ്ങാൻ ആരെക്കൊണ്ടും സാധിക്കില്ല എന്നുള്ളത് പാലക്കാട് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. വളരെ സന്തോഷമുള്ള നിമിഷങ്ങളാണ്. കാരണം അങ്ങനെ ഒരു രാഷ്ട്രീയ ബോധത്തെ, ഒരു ജനതയുടെ രാഷ്ട്രീയ ബോധ്യത്തെ പണം കൊണ്ട്, 500ന്റെ നോട്ടുകൾ കൊണ്ട് വാങ്ങിയെടുക്കാൻ സാധിക്കുന്നതല്ല എന്ന് ഈ പ്രബുദ്ധരായ ജനത ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പലരുടെയും പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ പോളിങ്ങിൻ്റെ തൊട്ട് മുമ്പുള്ള മണിക്കൂറുകളിൽ സംഭവിച്ചത് അത്രയും അവരുടെ കള്ളക്കളികൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതായിരുന്നു എന്നുള്ളതാണ്. അത് കള്ളക്കളികളെക്കുറിച്ച് പറയുമ്പോൾ പാലക്കാട്ടെ ഈ പറയുന്ന പണം കൊടുത്ത് വോട്ട് വാങ്ങുന്ന ഏർപ്പാട്, സാരി കൊടുത്ത് വോട്ട് വാങ്ങുന്ന ഏർപ്പാട്, കിറ്റ് കൊടുത്ത് വോട്ട് വാങ്ങുന്ന ഏർപ്പാട്, ഇത് നമ്മൾ പാലക്കാട് കണ്ടു, തൃശ്ശൂരിലെ ചില മണ്ഡലങ്ങളിൽ കണ്ടു, കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ ഇതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണല്ലോ, ഈ കൊടുത്ത ആളുകൾക്ക് ഇതൊന്നും ഞങ്ങളെക്കൊണ്ട് നേരായ വഴിയിലൂടെ നടക്കില്ല. എങ്ങനെയെങ്കിലും ഈ പ്രബുദ്ധ കേരളത്തെ സ്വാധീനിക്കുവാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിയത്. അതിൻ്റെ ഭാഗമായിരുന്നു കിറ്റ് കൊടുക്കൽ, അതിൻ്റെ ഭാഗമായിരുന്നു പാലക്കാട്ടെ ഈ പറയുന്ന സാരി വിതരണം, പണം വിതരണം, ഇതൊക്കെ പണം നൽകി സ്വാധീനിക്കാനുള്ള ശ്രമം. പക്ഷേ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു വ്യത്യസ്തമായ കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാത്ത ഒരു കാഴ്ച ഈ തെരഞ്ഞെടുപ്പ് കണ്ടു. അതെന്താണെന്ന് ചോദിച്ചാൽ, കോൺഗ്രസിൻ്റെയും UDFൻ്റെയും പ്രവർത്തകർ, UDFൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ ഒക്കെ വളരെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നത് കണ്ടു. താഴെ തട്ടിലുള്ള പ്രവർത്തകർ, സാധാരണക്കാരായ പ്രവർത്തകർ ഒരു വീറും വാശിയോട് കൂടി പ്രവർത്തിക്കുന്നത് കണ്ടു അല്ലേ? ഇന്നലെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പണം വിതരണം ചെയ്യുന്നത് തെളിവ് സഹിതം പൊക്കിയിട്ട് അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിച്ചതിൻ്റെ പിന്നിൽ നല്ല ഒന്നാന്തരം കോൺഗ്രസ് പ്രവർത്തകരാ, അതും യുവതലമുറയിൽ പെടുന്നത്. അത് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഇതിനേക്കാളൊക്കെ വലിയ കേഡർ സംവിധാനങ്ങളുള്ള പാർട്ടി നമ്മുടെ നാട്ടിലുണ്ട് ഇല്ലേ? എന്നിട്ട് അവർക്ക് ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവരിത് ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, അവരത് ചെയ്തില്ല. എന്താ ചെയ്യാത്തതിനുള്ള കാരണം? അവരും RSSും തമ്മിലുള്ള ഡീലായിരുന്നു. ആ ഡീലിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളായിരുന്നു ഈ കിറ്റാണെങ്കിലും സാരിയാണെങ്കിലും പണമായിരുന്നെങ്കിലും ഒക്കെ മറ്റവരുടെ മൗനാനുവാദത്തോടു കൂടിയായിരുന്നു ഇവരിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് സംഘപരിവാർ. അപ്പോൾ അത് അറിഞ്ഞിട്ടും അത് ചെയ്യാതെ അതിനെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാതിരിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, അത് അവരുടെ ഡീലായിരുന്നു. ഈ ഡീല് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ഒക്കെ പ്രവർത്തകർ വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും പലരുടെയും മുഖം മൂടിയല്ല അവരുടെ തോൽവിയെ വളരെ കൃത്യമായി അവർക്ക് സമ്മാനിക്കുകയും ചെയ്തത് അല്ലേ? പാലക്കാട്ട് ശോഭാ സുരേന്ദ്രൻ്റെ എല്ലാ തരികടകളെയും പൊളിച്ചടക്കി മഞ്ഞൾ ശോഭയുടേത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണെങ്കിലും പാലക്കാട്ടെ ഭൂരിപക്ഷം എത്രയാണ് എന്നുള്ളത് മാത്രം അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. മെയ് 4 നമുക്കറിയേണ്ടത് പാലക്കാട്ട് രമേശ് പിഷാരടിയുടെ ഭൂരിപക്ഷം എത്രയാണ്, അത് മാത്രം നമുക്കറിഞ്ഞാൽ മതി. ബാക്കിയെല്ലാം തരംഗമാണ്. ആ തരംഗത്തിൻ്റെ ഫാക്ടറുകളായിട്ട് രമേശ് പിഷാരടി ഉണ്ട്, ഷാഫി പറമ്പിലുണ്ട്, കോൺഗ്രസ് ഉണ്ട്, UDF ഉണ്ട്, UDFൻ്റെ സാധാരണക്കാരായ ഓരോ പ്രവർത്തകരുമുണ്ട്. എല്ലാവരുടെയും ടീം UDF, ആ ടീം UDF സെഞ്ചുറി അടിച്ച് ഈ പറയുന്ന അധികാരത്തിലേക്ക് ഏറാൻ പോകുകയാണ്. വളരെ അഭിമാനം തോന്നുന്ന നിമിഷം. കാരണം
ജനങ്ങൾ അനുഭവിച്ച, കേരളത്തിൻ്റെ പൊതുസമൂഹം നേരിട്ട വലിയ ഒരു ദുരിതത്തിനാണ് അറുതിയായിരിക്കുന്നത്. ജനം കാത്തിരുന്ന ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ജനം നടന്നു കയറുകയാണ്. എല്ലാ വോട്ടർമാർക്കും നന്ദി ഈ അവസരത്തിൽ പ്രത്യേകം പറയണം. അതോടൊപ്പം ഇന്നലെ ആ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഗജ ഫ്രോഡിനെ പൊളിച്ചടുക്കിയ ആ UDF പ്രവർത്തകർ, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, അവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ആ ഗജ ഫ്രോഡൊന്നും കേരളത്തിൻ്റെ നിയമനിർമ്മാണ സഭയിൽ ഇരിക്കേണ്ടതല്ല. കാരണം ഈ നിയമസഭയ്ക്ക് ഒരു പവിത്രതയുണ്ട്. ആ പവിത്രമായ നിയമസഭയിൽ ഇത്തരത്തിലുള്ള ഗജ ഫ്രോഡുകളല്ല ഇരിക്കേണ്ടത് എന്നുള്ളത് ജനത്തെ ബോധ്യപ്പെടുത്തിയതിന് ആ പ്രവർത്തകർക്ക് 1000 നന്ദിയുണ്ട്. പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച, UDF വേണ്ടി ടീം UDF ആയിട്ട് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകരും ഞാനിങ്ങനെ നോക്കി കാണുകയായിരുന്നു. എന്തൊരു ആവേശമായിരുന്നു, അതിലേറെ എന്തൊരു വാശിയായിരുന്നു. ഈ കേരളത്തെ തിരിച്ചെടുക്കണം എന്നുള്ള വാശിയായിരുന്നു. കേരളം ജയിച്ചു, UDF നയിക്കും ഇനി. കേരളം ജയിച്ചു, UDF നയിക്കും ഇനി. വളരെ കൃത്യമായിട്ട് നമ്മുടെ കൃത്യമായ സ്കോർ, റൺ റേറ്റ് എത്രയാണ് എന്നുള്ളത് മാത്രമേ നമുക്കറിയാനുള്ളൂ. നമ്മൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്, റൺ റേറ്റ് എത്രയാണ് എന്നുള്ളത് മാത്രമേ നമുക്കറിയാനുള്ളൂ. അത് മെയ് 4-ന് നമ്മൾ തീർച്ചപ്പെടുത്തും. എന്താണെങ്കിലും VD സതീശൻ്റെ പട്ടാഭിഷേകം ഇനി അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. കേരളത്തെ പുനർനിർമ്മിക്കാൻ, വീണ്ടെടുക്കാൻ, കേരളത്തെ ഈ രാജ്യത്തിൻ്റെ മുന്നിൽ ലോകത്തിൻ്റെ മുന്നിൽ മാതൃകയാക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുകയാണ്. വളരെ കൃത്യമായിട്ട് നമ്മളെല്ലാവരും ഉറ്റുനോക്കിയ പാലക്കാട്, അതുപോലെ ചില മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിൽ നമ്മൾ ചില വിജയങ്ങൾ ഉറ്റുനോക്കിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചില പരാജയങ്ങളും നമ്മൾ ആഘോഷിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പരാജയമാണ് ഈ ശോഭാ സുരേന്ദ്രൻ്റെ പരാജയം. ആ പരാജയം നമ്മൾ മെയ് 4-ന് നമ്മൾ ആധികാരികമായിട്ട്, ഒഫീഷ്യലായിട്ട്, വളരെ കൃത്യമായി നമ്മുടെ ഭൂരിപക്ഷം എത്രയാണെന്ന് നമ്മൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് നമ്മൾ മെയ് 4-ന് ആഘോഷിക്കാൻ പോവുകയാണ്. വളരെ സന്തോഷമുള്ള നിമിഷം.